ഹലോ ഹലോ. ആ നമസ്കാരം. നമസ്കാരം. ഞാൻ എന്താ വിഷമത്തിൽ നിൽക്കുന്നതെന്ന് ചോദിക്കാത്ത എന്താ നിങ്ങള്? അയ്യോ, എന്താ വിഷമിച്ചിരിക്കുന്നത്? ഞാനില്ലേ സ്കൂളിന്ന്. സ്കൂളോ? സ്കൂളെന്ന് പറ. സ്കൂൾ അത് പോട്ടെ. സ്കൂളിന്ന് ടീച്ചർ വന്നപ്പോ എന്തോ ഒരു കഷ്ടകാലത്തിന് ഞാന് ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പോയി. പക്ഷേ എല്ലാ കാര്യങ്ങളും സെറ്റാ. പക്ഷെ എനിക്ക് നടനെ വേണം. നടനെ കിട്ടുന്നില്ല. ഓ, എത്ര വയസ്സുള്ള ആളെ വേണം? എത്രയാണെങ്കിലും കുഴപ്പമില്ല. എം ജി ശ്രീകുമാറിന്റെ ഇപ്പുറത്തിരിക്കുന്ന ആള് മതിയോ? അണ്ണാച്ചി ശരത്തേട്ടൻ നല്ലോണം പാട്ട് പാടൂലേ? അപ്പൊ പാട്ട് പാടുന്ന റോള് തരാം. എം ജി ശ്രീകുമാറോ? എം ജി അങ്കിളൊക്കെ ആയിരിക്കും. അപ്പൊ അതുപോലെ ഒരേ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് സൈഡ് റോളേ പറ്റത്തുള്ളൂ. സൈഡിൽ നിന്ന് അഭിനയിച്ചാൽ മതി, പുള്ളി ബാക്കി ചെയ്തത്. ലാലേട്ടൻ എന്നല്ലേ പേര്? മോഹൻലാൽ എന്നാണ് എല്ലാരും. ഞാൻ ലാലേട്ടൻ എന്ന് വിളിക്കാം. പ്ലീസ്. ലാലേട്ടൻ എന്റെ ഷോർട്ട് ഫിലിമില് നായകനായിട്ട് അഭിനയിക്കാനുള്ള ലുക്കൊക്കെ ഉണ്ട്. അപ്പോ ലാലേട്ടൻ അഭിനയിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ, അതിനുവേണ്ടി ഒന്ന് സ്റ്റേജിലേക്ക് വരാ ലാലേട്ടാ. ഞാൻ അവിടെ വരണോ? എന്റെ ടെസ്റ്റ് ചെയ്യാൻ എന്റെ ലുക്ക് ഓക്കെ ആണ്. പിന്നെ ഞാൻ അഭിനയിക്കുമെന്ന് ടെസ്റ്റ് ചെയ്യാം. അഭിനയിക്കുമെന്ന് ഒരു ചെറിയ സംശയം. ഞാൻ അവിടെ പോണോ? ഇവിടെ നിന്ന് അഭിനയിച്ചാൽ മതിയോ അവിടെ വരണോ? അല്ല, അവിടെ പോണം. ഓ, അവിടെ വരണോ? ഓക്കെ. നമ്മൾ നായകനും നായികയായിട്ടാണോ? അതെ. കഥ പറയാം. കഥ എന്താന്ന് വെച്ചാ, ഒരു കാട് ഉണ്ടായിരുന്നു. ആ കാട്ടിലൊരു പൂച്ചമ്മ ഉണ്ടായിരുന്നു. പൂച്ചമ്മ. പൂച്ചമ്മയ്ക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഒന്നിന്റെ പേരാണ് ചക്കി, ഒന്നിന്റെ പേരാണ് ചിക്കി, ഒന്നിന്റെ പേരാണ് ചുക്കി. അപ്പൊ ഈ രാവിലെ ആകുമ്പോ ചക്കിയും ചിക്കിയും ചുക്കി എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. അപ്പൊ വൈകുന്നേരം ആകുമ്പോ അതിന്റെ അച്ഛൻ പൂച്ച വിളിക്കുമ്പോഴാണ് തിരിച്ചു വരാ. ഞാനാണ് അച്ഛൻ പൂച്ച. അമ്മ പൂച്ച. അമ്മ പൂച്ച ഞാൻ. നല്ല കോമ്പിനേഷൻ. എന്നിട്ട് അപ്പൊ അങ്ങനെ വിളിക്കുമ്പോഴാണ് തിരിച്ചു വരാ. അപ്പൊ ലാലേട്ടൻ ഇപ്പൊ എന്താണെന്ന് അറിയാ ചെയ്യണ്ടേ? അപ്പൊ ഈ ചക്കിനെയും ചിക്കിനെയും ചുക്കിനെയും വിളിക്കണമെങ്കിൽ മ്യാവ് 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 എന്ന് പറയണം. അപ്പൊ അതൊന്ന് പറയാൻ പറ്റുമോ? ആൺപൂച്ചയുടെ ശബ്ദത്തിൽ പറയണം. അത് കുറച്ച് പ്രയാസമാണല്ലോ. അങ്ങനെ പക്ഷെ ഇത് അമ്മ പൂച്ചയല്ലേ, എനിക്ക് കുറച്ച് കാടൻ പൂച്ചന്റെ ടൈപ്പ്. എനിക്കൊന്ന് പറഞ്ഞു തന്നാ ഞാൻ അതുപോലെ ചെയ്യാം. മ്യാവ് മ്യാവ് മ്യാവ്. ഇങ്ങനെയാണോ കാടൻ പൂച്ച? മ്യാവ് മ്യാവ് മ്യാവ്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഇതിന്റെ ചാലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആണോ? എനിക്കൊരു ആഗ്രഹമുണ്ട്, ലാലേട്ടൻ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യണം. പൂച്ച ഡാൻസ്. ലാലേട്ടനെ തന്നെ പൂച്ചയാക്കാൻ എന്താ പറയാ കാരണം? ലാലേട്ടൻ പൂച്ചേന്റെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പാടിയിട്ടുണ്ടല്ലോ. പൂച്ചയെ പറ്റിയോ? ഏതാണ്? അതാണ് നമ്മളിപ്പോ കളിക്കാൻ പോകുന്ന ഡാൻസ്. ആണോ? എന്നാ കളിക്കാം. എന്താണ്? മഞ്ഞക്കുഞ്ഞിക്കാതുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര തിന്നാനുള്ളിൽ ഇത്തിരി ഇത്തിരിയോളം ചക്കര കിട്ടിയില്ല. കൊതികൊണ്ടു നാക്കിൽ കടലിരമ്പി ഇരുട്ടിനു കൂട്ടായി സ്വയം പതുങ്ങി.
എന്നെ എടുക്കേണ്ട കാര്യം എന്തറിയാ, എനിക്ക് ഭയങ്കര നാണാണ് ഡാൻസ് ചെയ്യാൻ. നാണൊന്നും വേണ്ട. ഞാൻ നാണമുള്ള ആളാണ്, നാണമില്ലാത്തവനല്ല. അല്ല അങ്ങനെയല്ല. അതുകൊണ്ട് ബെസ്റ്റ് ഇതിനെ പറ്റുന്ന ആള് നേരത്തെ പറഞ്ഞ MG ശ്രീകുമാർ തന്നെയാണ്. നമുക്ക് MG അങ്കിളിനെ വെച്ചിട്ട് തൽക്കാലം ഈ ഷോർട്ട് ഫിലിം ചെയ്യാം. അല്ല അങ്ങനല്ല, അത് ലാലുവിന് ഒരു വലിയ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. മാളൂട്ടിയുടെ കൂടെ വലിയ, കാരണം ഒരു ഷോർട്ട് ഫിലിം നടനായിട്ട് അറിയപ്പെടും. ഒരു വലിയ നടനായിട്ട് അറിയപ്പെടും ഇനി. തൽക്കാലം ആനിമേഷൻ അല്ലേ, ഒരു പൂച്ച ഫിലിം. എന്തായാലും ഹാപ്പി ഓണം. താങ്ക് യു എനിക്കൊരു റോള് തന്നതിന്. ഈ ഓണത്തിന് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇനിയുണ്ടോ? ശരിക്കും പറഞ്ഞ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞൊരു കാര്യവും ഇല്ല, പറ്റിപ്പായിരുന്നല്ലേ മക്കളെ? അപ്പൊ പിന്നെ എന്തിനാ ലാൽ സാറിനെ വിളിച്ച? ഞാനും മീൻ ചേച്ചിയും കൂടെ ഒരു ബെറ്റ് വെച്ചതാണ്. ആ ഇരിക്കുന്ന എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാന്നാണോ? അല്ല, വെറുതെ പറയരുതേ. മീനുട്ടി ഭയങ്കര മോശമായി. എന്തായിരുന്നു ബെറ്റ്? ബെറ്റാ, ലാലേട്ടൻ സ്റ്റേജിലേക്ക് വന്നാ ഞാൻ ജയിച്ചു, സ്റ്റേജിലേക്ക് വന്നില്ലെങ്കിൽ മീനു ജയിച്ചു. ഇപ്പൊ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ജയിച്ചു. എന്തായിരുന്നു ബെറ്റ്? അതായിരുന്നു ബെറ്റ്. പറഞ്ഞില്ലേ സമ്മാനം ഉണ്ടായിരുന്നു ബെറ്റിന്? സമ്മാനം ഇല്ല ഒന്നുമില്ല. ഞാനൊരു സമ്മാനം തന്നേക്കാം. മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ പഞ്ചാരമണി ചുണ്ടിലെ ചുംബനങ്ങൾ എന്നോട് പറയാത്ത സ്വകാര്യങ്ങൾ. അമൃതവേണി ഹെയർ എലൈറ്റ്സ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ഒരുപാട് എക്സൈറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരു കുട്ടി കുറുമ്പനുണ്ട്. അപ്പൊ ആള് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് ഇവിടെ വന്നിട്ട് പാട്ട് പാടാൻ വേണ്ടിട്ട്. ആളാരായിരിക്കും? വിഹാൻ. നമ്മുടെ ശുങ്കുടാപ്പി. അതെ. വെൽക്കം വിഹാൻ ഓൺ സ്റ്റേജ്.
കോതുമ്പൂവള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം വന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഈ കുട്ടികളെ ആ പാട്ടുകൾ പാടുക എന്ന് പറയുന്നത് ശ്രീകുട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിന്റെ ഏത് ശബ്ദം വർഷത്തിന്റെ വീണ്ടും പാടല്ലേ? ഉണ്ടാക്കിയെടുക്കല്ലേ? എപ്പോ ഉള്ളതായത്? അതെ അതെ, ദാസേട്ടന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് അല്ലേ? എന്തായാലും നല്ല കാര്യം. ഓക്കെ, അവന് ഒരുപാട് പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം, അത് കേൾക്കാൻ നമുക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പിയാണോ? ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിൽ 2ാം ഘട്ടത്തിൽ ആദ്യ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പ്രേക്ഷകരുടെ സ്നേഹ വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയ കൊച്ചു പാട്ടുകാരുടെ വേദിയിലേക്ക് നമ്മുടെ സ്വന്തം ശ്രീദർശ് എത്തുന്നു. വെൽക്കം ശ്രീദർശ് ഓൺ സ്റ്റേജ്.
സംഗീത വേദിയിൽ ഗ്രാൻഡ് ഫിനാലയുടെ ഈ മഹാവേദിയിൽ നമ്മുടെ സ്വന്തം ദേവനന്ദ എത്തുന്നു. ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു നോക്കു കാണാൻ ഒരു വാക്കു കേൾക്കാൻ ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ ഒരു കൊച്ചു സ്വപ്നത്തിൻ അതിമനോഹരമായ ഈ ഗാനം നിങ്ങൾ കണ്ടപ്പോൾ ഒരു വ്യത്യസ്തത തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണും. അതായത് മരങ്ങൾ, ചെടികൾ, പൂക്കൾ എന്ന് വേണ്ട ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ സെറ്റിൽ നിങ്ങൾ അത്ഭുതപ്പെട്ട് കാണും. പക്ഷേ ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഇത് AR XR ടെക്നോളജിയാണ്, പുതിയ ഒരു ടെക്നോളജിയാണ്. AR എന്ന് പറഞ്ഞാൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, XR എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് റിയാലിറ്റി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്
ഇന്ത്യൻ റിയാലിറ്റി ഷോയിൽ ഈ ടെക്നോളജി ആദ്യമായിട്ടാണ് ടോപ്പ് സിംഗറിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പൂങ്കാവനമാക്കി മാറ്റുന്ന ഈ പുതിയ ടെക്നോളജി എത്ര മനോഹരം അല്ലേ? നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. പാട്ടിന്റെ പൊൻകണിയായി വിരിഞ്ഞ ഓമനക്കുരുന്നുകൾ പാടി തകർത്ത പ്രിയവേദിയിലേക്ക് നമ്മുടെ സ്വന്തം പാലക്കാട്ടുകാരി കൃഷ്ണക്കുട്ടി എത്തുന്നു. പാലാടി കടഞ്ഞെടുത്തൊരഴകാണ് ഞാൻ
പ്രിയവേദിയിലേക്ക് 2ാം ഘട്ടത്തിലെ അടുത്ത പാട്ടുമായി സനിക എത്തുന്നു. അപ്പൊ ഭീമ ജ്വൽസ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയില് ഇനി നമ്മുടെ ഒരു കുട്ടി വലിയ താരം എത്താൻ പോവാണ്. വേറെ ആരുമല്ല, എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ ലച്ചു കുട്ടി വരാണ്. വെൽക്കം ലക്ഷ്യ ഓൺ സ്റ്റേജ്.
വാനമ്പാടി താങ്ക് യു. ഈ സിനിമയിൽ ഞാനുണ്ട്. ഞാൻ അഭിനയിച്ചിട്ടില്ല, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എത്രയോ വർഷം മുമ്പ് രവീന്ദ്രൻ രവിചന്ദ്രൻ കൂടെ ഉണ്ടായിരുന്നു വെച്ചാ ആ സിനിമ എടുത്തിരിക്കുന്നത് അശോക് കുമാറൊക്കെയാണ് എൻ്റെ. അതിൻ്റെ ഉത്സാഹ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ശരി. എന്തായാലും വളരെ മോളെ ഗംഭീരമായിട്ട് പാടി. നമുക്ക് ഒരുപാട് പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം. താങ്ക് യു. ഭാവമധുരമായ ഗാനങ്ങൾ കൊണ്ട് പ്രേക്ഷക മനം നിറച്ച നമ്മുടെ സ്വന്തം ആര്യക്കുട്ടനെത്തുന്നു. ശ്രീലവസന്തം പീലിയൊഴിഞ്ഞു
മഷിയെഴുതും യാമം ഈ മായക്കണ്ണൻ നീയാം മധുനുകരും നേരം ആകാശക്കടമ്പിൽ ഇനിയും ഒരു നക്ഷത്രക്കുരുന്നും യമുനയിലെ നീരോളം പരപ്പിൽ തെളിയും ഒരു രാത്രികൾ തിടമ്പും ചുനി മുറുകും അമൃത സംഗീത ലയവും ഒന്നാവും അരിയരാസംസരം കൃഷ്ണ നീ വേഗനീ കൃഷ്ണ നീ വേഗനീ ബാരോ ചിറകണിയും യാമം ഈ വെണ്ണക്കണ്ണൻ നിന്നിൽ വീണലിയും നേരം നിൻ പാട്ടിൽ സ്വരങ്ങൾ മനസ്സിലൊരു തേൻ വണ്ടായി പറന്നും പ്രണയലയ സിന്ദൂരം മുകർന്നും മുരളികയിൽ ആനന്ദം തിരഞ്ഞും രസഭരിത സുഗന്ധ സമൂഹ വസന്തമാകന്തമരന്തമാരുത്സവം ശ്രീലവസന്തം ഇനിയൊഴിഞ്ഞു മധുരയിൽ പൗർണമിയായി ഗോപീ ഹൃദയം തരളിതമായി ഗോപീ ഹൃദയം തരളിതമായി മാധവ സംഗമമായി രാധാ മാധവ സംഗമമായി ശ്രീലവസന്തം ഇനിയൊഴിഞ്ഞ് മധുരയിൽ പൗർണമിയായി പാട്ടിന്റെ പ്രിയ വേദിയിലേക്ക് രണ്ടാം ഘട്ടത്തിലെ അടുത്ത ഗാനവുമായി മെറിലെത്തുന്നു. വെൽക്കം മെറിൽ ഓൺ സ്റ്റേജ്. നന്നായിട്ട് പാടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മലർക്കൊടി പോലെ വന്നത്തൊടി പോലെ മലർക്കൊടി പോലെ വന്നത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ മലർക്കൊടി പോലെ വന്നത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി
പ്രേക്ഷകരും ജഡ്ജസും നമ്മളെല്ലാവരും ഈ ഫിനാലെ കണ്ടോണ്ടിരിക്കുമ്പം മിസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അതാണ് ജീവച്ചേട്ടാ നമ്മുടെ ഇവിടുത്തെ ലിറ്റിൽ ഏഞ്ചൽസ്. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കാണാൻ കേട്ടോ. എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവര് പക്ഷെ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ലാലങ്കളിനെ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി എക്സൈറ്റഡ് ആണ്. പക്ഷെ അവന് കാണാൻ വേണ്ടി ഒറ്റയ്ക്ക് വരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഇജോ കുട്ടൻ ഒറ്റയ്ക്ക് ലാലങ്കളിനെ കാണാൻ വന്നിരിക്കുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം ഇവാൻ ഓൺ സ്റ്റേജ്. മനക്കിലത്തത്തെ മറക്കൊടുത്തത്തെ മനക്കിലത്തത്തെ മറക്കൊടുത്തത്തെ നല്ല മംഗളാതിര രാത്രി ആടണം പോൽ പാടണം പോൽ പതിരപ്പൂവിനു ഗന്ധർവൻ കാട്ടി പോകണം പോൽ മനക്കിലത്തത്തെ മറക്കൊടുത്തത്തെ മനക്കിലത്തത്തെ മറക്കൊടുത്തത്തെ നല്ല മംഗളാതിര രാത്രി ആടണം പോൽ പാടണം പോൽ പതിരപ്പൂവിനു ഗന്ധർവൻ കാട്ടി പോകണം പോയി. മനക്കിലത്തത്തെ മറക്കൊടുത്തത്തെ നല്ല മംഗളാതിര രാത്രി ആടണം പോൽ പാടണം അതിരപ്പൂവിനു ഗന്ധർവൻ കാട്ടി പോകണം പോൽ മനക്കിലത്തത്തെ മറക്കൊടുത്തത്തെ ഈ പാട്ടൊക്കെ കാണാതെ എങ്ങനെ പഠിച്ചല്ലേ? അതാണ്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്ന മോൻ? ഞാനോ? ഞാൻ 2ാം ക്ലാസ്സില്. അല്ല, അപ്പൊ ഈ പഠിക്കുന്നതും ഇതുപോലെ പഠിക്കുവോ അതോ കേട്ടാ പഠിക്കുന്നത്? ആണോ? എന്നിട്ട് അത് ഓർമ്മ നിൽക്കും? കൊറേ നേരം ആദ്യം 2 തവണയോ 3 തവണയോ കേൾക്കും. അതിന്റെ എന്നിട്ട് എന്റെ ലിറിക്സ് ഒക്കെ മനസ്സിലായിട്ടാണ് പഠിക്കാൻ തുടങ്ങുക. കണ്ടോ ശ്രീകുട്ടാ, കഴിഞ്ഞിട്ട് പഠിക്കേ. ഇല്ല, ഞാനിവിടെ പഠിച്ച് ഒരു വഴിയായിട്ടിരിക്കും. എന്തായാലും ഗംഭീരായി. ഇനി വലിയൊരു പാട്ടുകാരനായി മാറണമെന്നാണ് മോന്റെ ആഗ്രഹം? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുവെച്ചാല് ഇങ്ങനെ മ്യൂസിക് ക്ലാസ് തുടങ്ങണം എന്നാ. കണ്ടോ,
വെരി ഗുഡ് വെരി ഗുഡ്. കാരണം എന്താ അറിയോ എനിക്കിങ്ങനെ ആഗ്രഹം വരാൻ കാരണം എൻ്റെ സംഗീതം പഠിപ്പിക്കുന്ന ടീച്ചർ ഇങ്ങനെ മ്യൂസിക് ആയിരുന്നപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എല്ലാം മോന്റെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. ഹാപ്പി ആവണം. ഓക്കെ. താങ്ക് യു. മക്കളെ എന്തോ ഇത് ഓണക്കോടിയാണോ മോന്റെ? ഓണക്കോടി വേറെയാ. ഓ പിന്നെ റിച്ച് ബോയ്. ഓണക്കോടി വേറെ, ഇപ്പോഴത്തെ ഡ്രസ് വേറെ. പക്ഷെ ക്യൂട്ടായിട്ടുണ്ട്. മക്കളെ തിരുവോണ ദിവസമാണ്. ആ. പായസം വല്ലതും കഴിച്ചോ? പായസം എനിക്ക് കഴിക്കാൻ പാടൂല, ചുമ. അതൊരു അതിന് പായസം പായസമായിട്ട് എന്ത് ബന്ധം? ചുമയും പായസമായിട്ട്? സേമിയ പായസമാ കുടിക്കാതെ പാടില്ല. പായസം ഓ കുടിച്ചു. പായസം കുടിച്ചു. പാടിച്ചോ? പാലട പായസം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പായസം പാലട പ്രഥമൻ. ഈ പായസങ്ങളിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള പായസം പാലട പ്രഥമൻ. മോനും ഇഷ്ടല്ലേ? പാലട ഒരു കൈ കാണിക്ക്. ഓക്കെ, അതിരിക്കട്ടെ. ഈ മനക്കലെ തത്തെ എന്നൊക്കെയുള്ള ഈ ഒരു പ്രണയ ഗാനമാണല്ലോ. ഇത് ആരെ കുറിച്ചാ മോൻ പാടിയത്? ഈ തിരുവോണമായിട്ട് കള്ളം പറയരുത് കേട്ടോ. അയ്യോ ലല്ലല്ലല്ല ആണോ? ഞാൻ പറയാം. ലച്ചൂട്ടി ഉറപ്പാണ് മാറരുത്. ഉറപ്പ്, ഇത് ഞാൻ മാറ്റൂല. പിന്നെ വേറൊരാള് വരുന്നുണ്ട്. അയ്യോ കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ ലച്ചൂട്ടി തന്നെയാണ്. ഈ തിരുവോണമായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ ലച്ചൂട്ടി? ലച്ചൂട്ടിക്ക് ഓണക്കോടി വാങ്ങിച്ചെടുത്ത്. ഞാനല്ല കേട്ടോ, എന്റെ അമ്മയാട്ടോ. അത് നീയും അമ്മയൊക്കെ ഒന്ന് തന്നെ. ആ ഞങ്ങൾക്ക് എല്ലാം ഒന്നാ മക്കളെ. നമ്മളൊക്കെ ചോദിച്ചപ്പോ തരില്ല എന്ന് പറഞ്ഞു ചേട്ടാ. താരക്കുട്ടിക്കൊന്നും കൊടുത്തില്ലേ? ഓരക്കുട്ടിക്ക് ഓണക്കോടിയായിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. കഷ്ടമാണ്. ആ താര ഇവിടെ വന്നിട്ട് പറയുന്നേ എന്റെ ഇവാൻകുട്ടൻ എന്നാ പറയുന്നേ. ഓ, എന്നിട്ട് നീ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട്. ഞാൻ താരിക്ക് കുറെ ഡ്രസ്സൊക്കെ വേണ്ട, നീ വലിയ വർത്താനം ഒന്നും പറയണ്ട. ഉറപ്പിച്ച് പറഞ്ഞ ലച്ചുകുട്ടി. ശരി, നമുക്കത് അംഗീകരിക്കാം ചേട്ടാ. ശരി പോട്ടെ. കുഞ്ഞല്ലേ. നല്ലൊരു ദിവസമായിട്ട് അതെ. ഇവിടെ ഗ്രാൻഡ് ഫിനാലെ നടക്കുകയാണ്. മോൻ വന്ന് പാട്ടൊക്കെ പാടിയപ്പോഴത്തേക്ക് നല്ലൊരു സുഖം. തല പോകഞ്ഞിരിക്കുക. കാരണം എങ്ങനെയാണ് മാർക്ക് ഇടേണ്ടതെന്ന് അറിഞ്ഞൂടാ. കാരണം എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ട്, വളരെ മൈന്യൂട്ട് വ്യത്യാസത്തില്. അപ്പം മോൻ വന്ന് ഈ പാട്ടൊക്കെ പാടി കുറച്ച് കൊച്ചുവർത്താനം പറഞ്ഞപ്പോൾ ഒരു സുഖം. അതെ, പാടിയത് നന്നായിരുന്നു. മോന്റെ ഡ്രസ്സ് കൊള്ളാം, എല്ലാം കൊള്ളാം. മോന് ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ ഓണാശംസ. ഗോഡ് ബ്ലെസ് Happy യു. ഓണം. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റി.